إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 90-91 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം ഇന്നല്ലദീന കഫറു നിശ്ചയമായും അവിശ്വസിച്ച ഒരു കൂട്ടർ ബഅദ ഈമാനിഹിം അവരുടെ വിശ്വാസത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടും വിശ്വാസം രേഖപ്പെടുത്തിയതിനു ശേഷം അവർ മുർത്തദ്ദുകളായി ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് പോകുകയാണെങ്കിൽ അവർ ഇസ്ലാമിൽ നിന്നും വ്യതിചലിച്ചു പുറത്തു പോകുകയാണെങ്കിൽ സുമ്മസ്ദാദു കുഫ്റൻ പിന്നീട് അവർക്ക് അവരുടെ അവിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ അവിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ലൻ തുഖ്ബല തൗബത്തുഹും അവരിൽ നിന്നും അവരുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. അവരുടെ തൗബ അല്ലാഹു തആല സ്വീകരിക്കില്ല, പശ്ചാത്താപം സ്വീകരിക്കില്ല. വഉലൈക ഹുമുല്ലാലൂൻ അവർ തന്നെയാകുന്നു വഴിപിഴച്ചവർ, അവർ വഴിപിഴച്ചവരാകുന്നു. അതിനാൽ അവരിൽ നിന്നും അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. അടുത്ത ആയത്ത് നോക്കൂ നിങ്ങൾ. ഇന്നല്ലദീന കഫറു നിശ്ചയമായും അവിശ്വസിച്ച ഒരു കൂട്ടർ വമാതു അവർ മരണപ്പെട്ടു വഹും കുഫാറുൻ അവിശ്വാസികളായി തന്നെ ജീവിച്ചുകൊണ്ട് അവിശ്വാസികളായി തന്നെ മരണപ്പെട്ട ഒരു കൂട്ടർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ വിധി നിർണയിക്കുന്നത് അവന്റെ മരണത്തോടുകൂടിയാണ്. അവന്റെ അവിശ്വാസിയായി മരണപ്പെടുകയാണെങ്കിൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനാണെന്ന് നമുക്ക് വിധികൽപ്പിക്കാൻ സാധിക്കും. അതുവരെയും നമുക്കൊന്നും പറയാൻ കഴിയില്ല, അവൻ പശ്ചാത്താപിച്ചു മടങ്ങാമല്ലോ. അവൻ ആരിൽ നിന്നും തന്നെ ഒരു ഭൂമി നിറയെ സ്വർണം പ്രായച്ചിത്തമായി ദണ്ഡമായി കൊണ്ടുവന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഇവിടെ വെച്ചാണ്, അത് അശ്റാബൽ സബീൽ വെച്ചാണ് അത് നടക്കുക. അശ്റാബൽ സബീൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭൂമി നിറയെ സ്വർണം അവന് കാണിച്ചു കൊടുക്കും. അവൻ ആഗ്രഹിച്ചു പോകും. ഇത് മുഴുവൻ ഒരു പ്രായച്ചിത്തമായി കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അവൻ ആഗ്രഹിക്കും. അതിനെപ്പറ്റിയാണ് അല്ലാഹു സൂചന നൽകുന്നത്. അതിനെ പ്രായച്ചിത്തമാക്കിയാലും ശരി സ്വീകരിക്കില്ല. ഉലൈക അക്കൂട്ടർ ലഹും അവർക്കുണ്ട് അദാബുൻ അലീമും വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട്. വമാ ലഹും അവർക്കില്ല മിൻ നാസിരീൻ യാതൊരു സഹായം അവർക്കില്ല. അല്ലാഹുവിന് പുറമെ യാതൊരു സഹായം അവർക്കില്ല, ഒരു സഹായം അവർക്ക് ലഭിക്കില്ല. അവർ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുകൊണ്ട് അവർ നരകത്തിലേക്ക് അനയിക്കപ്പെടുമെന്നാണ് അല്ലാഹു പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ള അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.